ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ടു മിനർവ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു വീട്ടിലെ 3 സഹോദരന്മാരാണ്. ഷാഹിൻ, ഷാനിദ്, ഷാഹിദ്. 2023 മിനർവയിൽ PSC പരിശീലനത്തിനായി എത്തിയവർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വന്നു, കണ്ടു, കീഴടക്കി. മിനർവയിലെ തീവ്ര പരിശീലനത്തിലൂടെ കൈനിറയെ റാങ്കുകളുമായി സർക്കാർ സർവീസിലേക്ക് എത്തിയവർ. ഇന്ന് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ സഹോദരന്മാരിലെ മൂത്തയാളെ പരിചയപ്പെടാം. പേരെന്താണ്? പേര് ദിൽഷാഹിൻ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 2 ബ്രദേഴ്സ്. 2 ബ്രദേഴ്സ്. അവരല്ലേ കൂടെ ഇരിക്കുന്നേ? കാരണം എവിടെയാ വീട്? വീട് സുൽത്താൻ ബത്തേരി നായിക്കട്ടി. നിങ്ങള് 3 ബ്രദേഴ്സ് അല്ലേ? 3 ബ്രദേഴ്സ് എങ്ങനെയാ? നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? എല്ലാ കാര്യത്തിലും ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് അടി ഉണ്ടാക്കാറുണ്ടോ? ചെറുപ്പത്തിൽ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അത്രയും ഫ്രണ്ട്സ് ആണോ? അതുകൊണ്ടായിരിക്കും. ഒരു കണക്കിൽ പറഞ്ഞാൽ എന്താ പറയാ, പാരന്റ്സിനോട് നമ്മൾ പറയാറില്ലേ, ഭാഗ്യം ചെയ്ത മാതാപിതാക്കൾ അല്ലേ? അത് നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പുണ്യം ചെയ്ത മാതാപിതാക്കൾ എന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അത് തെളിയിച്ചിരിക്കുന്നു അല്ലേ? ഷാഹിൻ ഒരുപാട് ലിസ്റ്റിൽ വന്ന ആളല്ലേ? കാരണം ഈ 3 ലിസ്റ്റിലും മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ? വേറെ ഏതൊക്കെ ലിസ്റ്റിലാണുള്ളത്? ഞാൻ എന്റെ ആദ്യത്തെ ലിസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വയനാട്. കാരണം എനിക്ക് 81ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. പിന്നീട് ബെർക്കൽ DC ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മളില്ലേ, കാരണം ഷാഹിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷാഹിൻ എന്നെ അറിയുന്നില്ല ഞാൻ എത്രത്തോളം ലിസ്റ്റിലുണ്ടെന്ന്. കാരണം അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു ഗിഫ്റ്റ് ആണ് തീർച്ചയായും. അപ്പോൾ എനിക്ക് ഷാഹിനോട് ചോദിക്കാനുള്ളത്, എത്ര വർഷമായി ഈ PSC ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്? കാരണം PSC എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു പോർക്കളാണ് അല്ലേ? കാരണം നമുക്ക് അതിലോട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇതിന്റെ എന്താണ്, ഇത് എത്രത്തോളം നീണ്ടു കിടക്കുന്നു, കടൽ പോലെയാണ് അല്ലെങ്കിൽ ആകാശം പോലെയാണ്, ഇതിന് അവസാനമുണ്ടോ? ഇതിനൊരു അവസാനമുണ്ട്, തീർച്ചയായിട്ടും ഒരു അവസാനമുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിന് അവസാനം. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഫൈനലി നമ്മൾ അച്ചീവ് ചെയ്യും. അതായിരിക്കും ഇതിന്റെ അവസാനം. ഓക്കെ. അപ്പോൾ ഇയാള് എനിക്ക് തോന്നുന്നു 2020 സ്റ്റാർട്ട് ചെയ്തു. 2025 ആകുമ്പോഴത്തേനും കയ്യിൽ എണ്ണാൻ പറ്റാത്ത അത്ര ലിസ്റ്റിൽ ഇയാൾ എത്തിച്ചേർന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഇയാൾ, എനിക്കറിയാം ഇത്തരത്തിൽ ഒരു വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ ഇപ്പോൾ PSCയിൽ എല്ലാവരും പറയാറുണ്ട് ഹാർഡ് വർക്കിനെക്കാട്ടിയും വേണ്ടത് സ്മാർട്ട് വർക്ക് ആണെന്ന്. ഇയാൾ അതിനോട് യോജിക്കുന്നു? മാം, ഹാർഡ് വർക്കിനേക്കാൾ വേണ്ടത് സ്മാർട്ട് വർക്ക് ആണോ എന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ മാം, ഞാൻ പറയും നമുക്ക് രണ്ടും വേണം. ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. അപ്പോൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഇതിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കണം PSCയിലെ ഹാർഡ് വർക്ക്, PSCയിലെ സ്മാർട്ട് വർക്കും എങ്ങനെയായിരിക്കണം? കാരണം ഇത് രണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് നമ്മുടെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായും മാം, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നിരന്തരം പരിശീലനം തന്നെയാണ്. നല്ലൊരു ടൈം ടേബിൾ എടുത്ത് നമ്മൾ പറയില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിനോടെ പഠിച്ച് മുന്നോട്ട് പോകും, അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ ആ എക്സാം എഴുതാൻ ചെന്നിട്ട് നമ്മൾ ആ എക്സാം ഹോളിൽ എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ടെക്നിക്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. സ്മാർട്ട് വർക്ക്സിൽ പെടുന്ന കാര്യങ്ങളാണ് ഇപ്പം ഇന്റലിജന്റ് എലിമിനേറ്റ് ചെയ്യുക, ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 100 PSCയിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെ ബേക്കിലും ഓരോ സൈക്കോളജി ഉണ്ടെന്ന് പറയാറുണ്ട്. ഇത് മനസ്സിലാക്കി എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബേക്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ട ആളെ എന്താണ് ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ക്വിസിൽ. ഇതൊക്കെ PSCയുടെ സ്മാർട്ട് വർക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഏത് കോഴ്സാണ് പഠിച്ചേ? ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു, ലിറ്ററേച്ചർ ആയിരുന്നു. BA ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. എങ്ങനെ വായനാശീലം ഉള്ള ആളാണോ? അത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയുണ്ട്. അത് എങ്ങനെയുള്ള ബുക്സ് ഒക്കെ സെലക്ട് ചെയ്യാം? കൂടുതലും സ്റ്റോറീസ് ആണ്. എനിക്ക് ആക്ഷൻ സ്റ്റോറീസ് ഇഷ്ടമാണ്, അല്ല റൊമാൻറ്റിക് സ്റ്റോറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വായിക്കായിരുന്നു ഞാൻ. ആ വായനാശീലം PSCക്ക് നിങ്ങൾക്ക് സഹായമായോ? ഡെഫിനറ്റ്ലി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഒരു ഗൈഡ് പഠിക്കാന്ന് വെച്ചാൽ അവർ നമുക്കൊരു ടാബ്ലറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ തരുന്ന സംഭവമാണ്. കാരണം നമുക്കത് എന്ത് ചെയ്താൽ മതി, വായിൽ ഇട്ട് വിഴുങ്ങിയാൽ മാത്രം മതി. അപ്പം ആ ടാബ്ലറ്റ് പഠനമാണോ നല്ലത്, നമ്മൾ ഒരു ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുന്നതാണോ നല്ലത്? കൂട്ടുകാർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? 2 രീതിയിൽ നമുക്ക് പഠിക്കാം, തെറ്റൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്തത് ഒരു സ്പൂൺ ഫീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയല്ലേ, അല്ലാണ്ട് എൻ്റെ മെറ്റീരിയൽസ്, ഞാൻ റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചായിരുന്നു. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വെച്ച് വായിച്ചായിരുന്നു. സോ ഇങ്ങനെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സ്റ്റഡി മെത്തേഡായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ബേസ് പഠനം
ഈ ബേസ് പഠനത്തോടെ എന്താ ഉദ്ദേശം? അപ്പോൾ ഇപ്പോൾ PSC ഇപ്പോൾ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോവുകയാണെങ്കിലും ആ കോച്ചിങ് സെൻറ്ററിൽ പല പ്രായക്കാരുണ്ടാവും. ഈ 20 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ആ സെൻറ്ററിൽ കാണാം നമുക്ക്. അപ്പോൾ ചിലവർ ബേസ് കഴിഞ്ഞിട്ടായിരിക്കും, അത്യാവശ്യം ബേസ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടായിരിക്കും PSC പഠനത്തിന് വരിക. അല്ലാത്തവർ ഡയറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ചിലവർ എന്താ പറയുക, നമ്മൾ കോമ്പറ്റീഷനാണ്, അപ്പോൾ ഒരുപാട് പഠിച്ചവരോടെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസ് പഠനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ബേസ് അറിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ട് വരണോ, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് പഠിക്കുന്നവരോട് നമുക്ക് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? മാം, PSCയിലോട് വന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ്. പിന്നെ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടുള്ളൊരു പേടി, ഇത് സ്വാഭാവികമാണ്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മളിങ്ങനെ സിംഹങ്ങൾ, പുലികൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോഴും പുസ്തകം വെച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. അവരെക്കാട്ടും നന്നായിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാനും അവരെക്കാട്ടും മുന്നിലെത്താൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PSCയിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ അല്ലേ? ബേസിക് പഠിക്കാൻ നിങ്ങൾ എത്തരത്തിലുള്ള ബുക്കുകളാണ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ബുക്കുകൾ ഉപയോഗിച്ചിട്ട് ബേസിക് കാര്യങ്ങൾ പഠിച്ചത്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലെസ്സറി ടെക്സ്റ്റുകൾ മതിയാവും. +1 +2 ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ ഒരു ബോണസ് കൂടിയായിരിക്കും. ഈ PSC പഠനത്തിനായി എങ്ങനെയാ മിനർവ ചൂസ് ചെയ്തെടുത്തത്? നമ്മൾ PSCയിലോട്ട് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വയനാട് ജില്ലയിൽ ഏറ്റവും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ ചോദിക്കും. എല്ലാവരും പറഞ്ഞു മിനർവയിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്തത്. സോ അങ്ങനെയാണ് ഞാൻ മിനർവ ചൂസ് ചെയ്തത്. മിനർവ നിങ്ങളുടെ PSC പഠനത്തിന് ഏത് രീതിയിൽ സഹായമായി ഒന്ന് പറയാമോ? മാം ഒന്നത്, നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഗൈഡൻസ് വേണം. എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് മിനർവയിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് രവി സാറ് സ്ഥിരമായിട്ട് രാവിലെ ഒരു മോട്ടിവേഷൻ ക്ലിപ്പ് ഇടാറുണ്ട്. ഞാൻ ഡെയിലി രാവിലെ ഇരുന്ന് ബുക്ക് തുറക്കുന്നതിന് മുമ്പ് ആദ്യം കേട്ടത് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ക്ലിപ്സാണ്. പിന്നെ ഒരു പ്രസിൽ സാർ ഇവിടെ വന്ന സമയത്ത് നല്ലൊരു ഗൈഡൻസ് തന്നായിരുന്നു. എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആളാണ് പ്രസിൽ സാർ. അതുപോലെ സാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓരോ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി ഇവാലുവേറ്റ് ചെയ്യുന്നു, എങ്ങനെ നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഇതൊക്കെ പറഞ്ഞു തരായിരുന്നു. അതേപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ്. ഇവിടെ വരുന്ന ഫാക്കൽറ്റീസ് നല്ല അടിപൊളിയായിട്ട് എന്ത് കൺസെപ്റ്റ് ആണെങ്കിലും ഹാർഡായിട്ടുള്ള കൺസെപ്റ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവിടുത്തെ OMR കുറിച്ച് എന്താ അഭിപ്രായം? മാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ OMR എക്സാം ആഴ്ചയിൽ ഒരു വട്ടം എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് OMR എക്സാം നടത്താറുണ്ട്. ഡെയിലി ഓരോ OMR എക്സാംസ് നടത്താറുണ്ട്. സോ അതൊക്കെ ഞാൻ എത്ര പഠിച്ച കാര്യങ്ങൾ എൻ്റെ കൺസെപ്റ്റിൽ എത്ര ക്ലാരിറ്റി എനിക്ക് മനസ്സിലാക്കാൻ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ബ്രദേഴ്സ് അല്ലേ ഷാനിദും ഷാഹിദും, അവർ നിങ്ങളുടെ പഠനത്തിന് സപ്പോർട്ടീവ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആൾക്കാരാണ് അവർ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്വിൻ ബ്രദേഴ്സായ ഷാഹിദിനെയും ഷാനിദിനെയുമാണ്. ഇങ്ങനെയാണോ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂമിലാണോ എപ്പോഴും നടക്കാറ്? കാരണം ഡ്രസ് കോഡ് ഒരുപോലെയാണോ? ഏകദേശം ഒരേ ക്ലാസ്സിലാണോ ചെറുപ്പം മുതലേ പഠിച്ചത്? ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചത്. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ നായിക്കിട്ടി ALP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 5 മുതൽ 10 വരെ മാതമംഗലം സ്കൂളും, പിന്നെ +1 +2 ബത്തേരി സർവജന സ്കൂളിലാണ് പഠിച്ചത്. +1 +2 ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചത്? ഞാൻ +1 +2 ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, BHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റാണ് പഠിച്ചത്. ഞാൻ അഗ്രികൾച്ചറാണ് പഠിച്ചത്. സർവജനയിൽ തന്നെ. അപ്പൊ രണ്ടുപേർക്കും സർവജനയിൽ തന്നെ അലോട്ട്മെന്റിൽ കിട്ടി. അവിടെയും രണ്ടുപേർക്കും ഹാപ്പി ആയി. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ട്വിൻസ് ആയിരിക്കുന്നവരൊക്കെ 10th കഴിയുമ്പോൾ വേറെ സ്കൂളിൽ പിരിഞ്ഞു പോകും അല്ലേ? അതേ സെയിം സ്കൂളിൽ തന്നെ രണ്ടുപേർക്കും സ്കൂളിൽ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ? അതെ, രണ്ടുപേരും ഫ്രണ്ട്സാ? ഓക്കെ. വീട്ടിൽ ഫ്രണ്ട്സ് ആണോ? ഓക്കെ, അതൊന്നും ഉണ്ട് അല്ലേ? അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുപോലെ. ഓക്കെ, ഇത് ബാഗ് ഇത് വേണം, സെയിം കളർ വേണം, ഡ്രസ് അങ്ങനെയൊന്നുമില്ല. ചില ഫംഗ്ഷൻസിന് പോകുമ്പോൾ സെയിം ഇടാറുണ്ട്. ഓക്കെ. ഷാനിദ് ഏതൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്? ഞാൻ ആദ്യം കയറിയത് യൂണിവേഴ്സിറ്റി LGSന്റെ റാങ്ക് ലിസ്റ്റിലാണ്. അതിനുശേഷം ഹൈക്കോർട്ട് OA ഓഫീസ് അറ്റൻഡന്റ് എക്സാമിൽ 89ാം റാങ്ക് നേടി. പിന്നെ വയനാട് വേരിയസ് LGSൽ 53ാമത്തെ റാങ്കും, പിന്നെ LDയിലും ഞാൻ കയറി. LDC റാങ്ക്. അപ്പൊ ഏട്ടനെ പോലെ ഒരുപാട് റാങ്ക് ലിസ്റ്റ് മാറിക്കൂടി. 4ഓളം റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഡിഗ്രി പഠിക്കണമെന്നുണ്ടോ? ഈ ജോലിയോടൊപ്പം ഡിഗ്രി പഠനം മുന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി? ഏത് യൂണിവേഴ്സിറ്റിയാണ്? ശ്രീനാരായണ യൂണിവേഴ്സിറ്റി. ക്ലാസ്സിന് പോകാറുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്. അതും അങ്ങനെ വല്ല മിടുക്കനായിട്ടാണോ പഠിക്കുന്നത്? നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായം, കാരണം +2 കഴിഞ്ഞിട്ട് ഒരു സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോബായി. ഇനി പഠനം നിർത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടെ നല്ല പഠിച്ചിട്ട് ഉയർന്ന നിലയിലെത്തണം.
ഷാഹിദ് ഏതൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്? മാം ഞാൻ യൂണിവേഴ്സിറ്റി LGS ആൻഡ് വയനാട് വേരിയസ് LGSലും കയറിയിട്ടുണ്ട്. വയനാട് വേരിയസ് LGS. ഇനി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇയാൾക്കും താല്പര്യം? അതെ അതെ. രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. അപ്പോൾ ഉയർന്ന നിലയിൽ പഠിക്കുക, അതിനോടൊപ്പം ഇനിയും ഉയർന്ന ജോലിയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പറയട്ടെ. ഈ 3 സഹോദരന്മാരുടെ ലക്ഷ്യബോധത്തോടുള്ള പ്രവർത്തനത്തിലൂടെ ഒരേ സമയം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് എന്നെ സംബന്ധിച്ചോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.